മുണ്ടയ്ക്ക് ഉരുൾപൊട്ടലിൽ മരണം 400 കടന്നു. ഇന്ന് 158 ശരീരഭാഗങ്ങളും 31 മൃതദേഹങ്ങളും സംസ്കരിക്കും. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 12 മേഖലകളായുള്ള തിരച്ചിൽ റഡാർ, ഐബോർഡ്, ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച്. മുണ്ടയ്ക്ക് ദുരന്തത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനം മന്ത്രി. ഖനനത്തിനും കയ്യേറ്റത്തിനും സർക്കാർ നിയമവിരുദ്ധ സംരക്ഷണം നൽകി. പരിസ്ഥിതി ലോല പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ലെന്നും ഭൂപേന്ദ്ര യാദവിന്റെ വിമർശനം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നിർണായകം. CBI കേസിലെ ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയും. ജാമ്യം കിട്ടിയാൽ കെജ്രിവാളിന് പുറത്തിറങ്ങാം. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന സംശയം. യുവാവിന്റെ സാമ്പിളുകൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ്. മരിച്ച നെയ്യാറ്റിൻകര സ്വദേശിക്ക് രോഗമുണ്ടായിരുന്നതായി സംശയം. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബിൽ പാർലമെന്റിലേക്ക്. നിയമത്തിൽ 40 ഭേദഗതികൾക്ക് നിർദ്ദേശം. വഖഫ് ബോർഡുകളുടെ തർക്കത്തിലുള്ള സ്വത്തുക്കളിൽ പരിശോധന നടത്തും. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയുടെ നോഹ ലൈൽസ് വേഗരാജാവ്. 100 മീറ്ററിൽ 9.79 സെക്കൻഡിൽ ഫിനിഷിംഗ്. ജമൈക്കയുടെ കിഷൻ തോംസൺ രണ്ടാമത്. ബാഡ്മിന്റൺ വെങ്കല പോരാട്ടത്തിനായി ലക്ഷ്യ സെൻ ഇന്നിറങ്ങും.